വൈക്കംകാർക്ക് പെട്ടെന്ന് കെ അജിത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാലഘട്ടത്തിൽ ഓർക്കത്തിൽ പോലും അറിയാം CPIയുടെ MLA എന്നുള്ളതായിരുന്നു. പാർട്ടിയിൽ ഒരു വിഭാഗം ഇപ്പോൾ പാർട്ടിയെ സഖാവ് കാനൻ രാജേന്ദ്രൻ്റെ മരണത്തിന് ശേഷം പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഭീകരമായിട്ടുള്ള അവഗണന ഉണ്ടാകുന്നു. തത്വത്തിൽ 17 പേര് ഉണ്ടായ കമ്മിറ്റിയിൽ ഞാൻ മാത്രം വെളിയിലേക്ക് പോകും. ഈ കമ്മിറ്റിയിലിരിക്കുന്ന പലരും അഴിമതി കേസിൽപ്പെട്ടവരും സ്ത്രീ വിഷയങ്ങളിൽ നടപടിയെടുത്തവരും ഒളിക്യാമറ വെച്ച് പിടിക്കപ്പെട്ടവരും ഒക്കെ അവരൊക്കെ ഇരുന്നാണ് ഈ കഥകൾ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അധികാരത്തിന് പുറകെ പോകാനോ പാർട്ടിയിൽ മാറാനാണെങ്കിൽ ഇപ്പോഴും എൻ്റെ പുറകെ എനിക്ക് സാധ്യതകളുണ്ടായിരുന്ന കേരളം ഭരിക്കുന്ന പാർട്ടി എന്നെ സമീപിച്ചാണ്. കേരളം ഇനി ഭരിക്കപ്പെടും എന്ന് പറയുന്ന UDFും എൻ്റെ അടുത്ത് സമീപിച്ചതാണ്. ഞാനിപ്പോൾ കോൺഗ്രസിലേക്കോ CPMലേക്കോ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ഷേപിക്കുന്ന ആക്ഷേപം ശരിയാന്ന് വരികയല്ലേ, അധികാരമോഹത്തിൻ്റെ ഭാഗമാണെന്ന് പറയും. അപ്പോൾ ഇതൊന്നും നിലവിലില്ലാത്തൊരു പാർട്ടിയാണല്ലോ ഇപ്പം BJP. ഭരണത്തെ നിർണ്ണയിക്കുന്ന ശക്തിയായി മാറാൻ പറ്റും. വൈക്കം എന്ന് പറയുന്നത് നമ്മളെല്ലാ കാലത്തും കേട്ടിട്ടുള്ളതാണ്, CPIയുടെ ഒരു കോട്ടയാണ്. വെളിയിലുള്ളൊരു വാർത്തയാണ് ഈ വൈക്കത്ത് CPIയുടെ ചെങ്കോട്ടയാണെന്നൊക്കെ പറയുന്നത്. അത് ഉള്ളി പോലെയാണ്. കുളിച്ച് ചൊല്ലുമ്പോൾ അതിനകത്ത് എന്താ ഉള്ളതെന്ന് മനസ്സിലാവും. ഇവിടെ എക്കാലത്തും ഇടതുപക്ഷം ജയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഈ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവരെ കാലാകാലങ്ങളായി പറഞ്ഞ് ഈ രണ്ട് മുന്നണികളും പറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോളനി എന്നുള്ള പേര് മാറ്റി ഉന്നതി എന്നാക്കി. പക്ഷേ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റി കൊടുക്കണ്ടേ? ഒരു രാഷ്ട്രീയ അടിമകളാക്കി ആ വിഭാഗത്തെ മാറ്റിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും താഴെത്തട്ടി നിൽക്കുന്ന ഈ ജനവിഭാഗം BJP എന്ന് പറയുന്ന സവർണ പാർട്ടിയെന്ന് ആക്ഷേപിച്ചിരുന്ന പാർട്ടി, വർഗീയ പാർട്ടി എന്ന് ആക്ഷേപിച്ചിരുന്ന പാർട്ടി, ആ പാർട്ടിയിലേക്ക് പോകണം തീരുമാനിക്കുന്നുണ്ട്. അതിലേക്ക് അവർ ചെന്ന് കടന്നു കയറുന്നത് അവിടെ അതില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടല്ലേ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട വികസന പ്രവർത്തനങ്ങൾ മാത്രമാണോ നമ്മൾ അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂടെ നിൽക്കണമെന്ന് തോന്നിപ്പിച്ചത്? കാരണം ഡൽഹിയിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു, ഉത്തർപ്രദേശ് മാറ്റം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ വെച്ചു. അന്ന് വെച്ചപ്പോൾ 3000 കോടി രൂപ രാജ്യത്ത് നശിപ്പിച്ചു എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ട്. പക്ഷേ അത് ലോകോത്തര നിലവാരത്തിലേക്ക് വരികയും ആ പ്രദേശത്തുള്ള 10,000-കണക്കിന് ആൾക്കാർക്ക് ജോലി ലഭിക്കുകയും വരുമാനം വരുന്ന തരത്തിലേക്കും ആ പ്രതിമ സ്ഥാപിച്ച ശേഷം നേരെകടവും അകക്കടവും ഇവിടെ 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ്. 35 വർഷക്കാലമായ പാലമണി തുടങ്ങിയിട്ട് 35 വർഷക്കാലത്തോളം ഒരു പാലത്തിന് വേണ്ടി കാത്തിരിക്കുന്നു പറഞ്ഞാൽ ഒരു മനുഷ്യായുസിൻ്റെ പകുതിയിലേറെ പോയി. ഇപ്പോൾ ഒരു 3 വർഷത്തേക്ക് കരാർ കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് പണിതില്ലെങ്കിൽ അവൻ കരിമ്പട്ടിയപ്പെടും. അത് മോദി അധികാരത്തിൽ വന്ന ശേഷം കർക്കശമാക്കി. വൈക്കത്ത് മത്സരിക്കുമ്പോൾ വിജയ പ്രതീക്ഷകൾ എത്രമാത്രമാണ്? എനിക്ക് രാത്രിയും പകലും ഇല്ലാത്ത വലിയ സൗഹൃദങ്ങൾ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ സ്നേഹം വോട്ടായിട്ട് മാറും. ഞാൻ കൊണ്ടുവന്ന വികസന പ്രക്രിയകൾക്കപ്പുറം ഒരു വികസന പ്രക്രിയയും ഇവിടെ ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരു ജനപ്രതിനിധിയായി വന്നു കഴിഞ്ഞാൽ, നിയമസഭാ സാമാജികനായി വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പോലെ കായലിൽ വെള്ളം ട്രീറ്റ് ചെയ്ത് ഈ തീരദേശ മേഖലയുള്ള 6 പഞ്ചായത്തുകൾക്കും കൊടുക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അത് ഏത് പദ്ധതിയാണ് ഉപയോഗിക്കാൻ വരുന്നത് ആ പദ്ധതി ഉപയോഗിച്ച് കൊടുക്കും. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന BJP സ്ഥാനാർത്ഥി കെ അജിത് സാറാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. വെൽക്കം. ഈ വൈക്കംകാർക്ക് പെട്ടെന്ന് കെ അജിത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാലഘട്ടത്തിൽ ഓർക്കത്തിൽ പോലും അറിയാം CPIയുടെ MLA എന്നുള്ളതായിരുന്നു. അവിടെ നിന്ന് ഒരു BJP അല്ലെങ്കിൽ NDAയിലേക്ക് മാറുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അത് ആൾക്കാർ പലരും ചോദിച്ചൊരു ചോദ്യമാണ്. എന്താണ് ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ മാറിയെന്നൊക്കെ. പക്ഷെ ഒരു രാത്രി കൊണ്ടല്ല, ദീർഘനാളത്തെ ചിന്തയുടെയും ദീർഘനാളത്തെ ഇടപെടലിൻ്റെയും ഭാഗമാണ് മാറുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് 40 വർഷമായി. അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരാൾ എന്തുകൊണ്ട് വേറെ പാർട്ടിയിലേക്ക് പോയെന്ന ചോദ്യമാണ് ആൾക്കാരുണ്ടായത്. അതിന് നിരന്തരമായ പ്രശ്നങ്ങളുണ്ട്. പാർട്ടിയിൽ ഒരു വിഭാഗം ഇപ്പോൾ പാർട്ടിയെ സഖാവ് കാനൻ രാജേന്ദ്രൻ്റെ മരണത്തിന് ശേഷം പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുക, പാർട്ടിനെ വേറെ ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിയിരിക്കുക. പാർട്ടിക്കിപ്പം ഒരുപാട് സംസ്ഥാന സെക്രട്ടറിമാരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഓരോരോ ഗ്രൂപ്പുകൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലുണ്ട്. ഞാനുമൊക്കെ അങ്ങനെ വന്ന് പെട്ടുപോയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ പാർട്ടിയുടെ കമ്മിറ്റികളിൽ തഴയപ്പെടുകയുണ്ടായി. പാർട്ടിയുടെ കമ്മിറ്റിയിൽ തഴയപ്പെടുന്നത് ഭീകരമായിട്ടുള്ള അവഗണന ഉണ്ടാകുന്നുണ്ട്. 40 വർഷക്കാലം ഞാൻ ഈ പാർട്ടി പ്രവർത്തിക്കുകയും പാർട്ടിയുടെ അടിത്തട്ട് മുതൽ വളർന്ന് വന്ന് മുകളിലേക്ക് വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പാർട്ടി ഇപ്പോൾ ഉപയോഗിക്കാതെ ഇടക്കാലത്ത് വന്നു കയറിയ കുറേ ആൾക്കാരെ
അവർക്ക് അധികാരങ്ങൾ കിട്ടുമ്പോൾ അവരെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരിക. പിന്നെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. പാർട്ടിക്കകത്ത് ഒരുപാട് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പണ്ട് പാർട്ടിയുടെ ലീഡർ ഒരു കാര്യം പറഞ്ഞാൽ അത് എൻ്റെ അപ്പുറത്തേക്ക് വേറെ ആരും ചിന്തിക്കുകയില്ല, വേറെ ആർക്കും എതിരഭിപ്രായമില്ല. ഇന്ന് ഒരു കാര്യം പറയാനുള്ള ഒരു സാഹചര്യത്തിലല്ല പാർട്ടി ലീഡർഷിപ്പ് പോകുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു പ്രശ്നം, എനിക്ക് പാർട്ടി മാറാനുള്ളൊരു കാരണം, ഞാൻ ഈ പാർട്ടിയുടെ ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഘടകം എന്ന് പറയുന്നത് പാർട്ടി CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് എന്ന ഘടകമാണ്. അതിലേക്ക് സഖാവ് കാനൻ ഇരിക്കുന്ന വേദിയിലാണ് ഞാൻ മത്സരിച്ച് അതിനകത്ത് ഞാൻ ആ ജില്ലാ ഘടകത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം 3 വർഷക്കാലം കഴിഞ്ഞ് പുതിയ കമ്മിറ്റി പുതിയ സമ്മേളനം നടത്തിയ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ആ സമ്മേളനം നടത്തിയത് ഈ വൈക്കത്താണ് നടത്തി. അതിൻ്റെ മുഖ്യ ചുമതലക്കാരൻ ഞാനായിരുന്നു. അങ്ങനെ നിന്ന സമയത്താണ് അതിൻ്റെ പാർട്ടിയുടെ ജില്ലാ പ്രവർത്തന റിപ്പോർട്ടിൽ ഓരോ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും പ്രവർത്തനത്തെ വിലയിരുത്തുന്ന ഘടകങ്ങളോ ഇതുണ്ട്, ഖണ്ഡികകളുണ്ട് അതിനകത്ത്. അതിൽ എനിക്ക് എൻ്റെ പേര് പറയുമ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സഖാവ് അജിത്ത് ഏൽപ്പിച്ച ചുമതല നടപ്പിലാക്കുകയും പാർട്ടി സംഘടന ശക്തിപ്പെടുത്തുകയും ദുർബലമായ പുതുപ്പള്ളി കമ്മിറ്റി ശക്തിപ്പെടുത്തി പാർട്ടിക്ക് എല്ലാ സ്ഥലങ്ങളിലും കമ്മിറ്റികൾ രൂപീകരിക്കാൻ മുൻകൈയെടുത്ത് വൻ വിജയമാക്കിയ രീതിയിലുണ്ട്. അപ്പോൾ പാർട്ടിയുടെ ഒരു നയരേഖയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട രേഖയിൽ അങ്ങനെ എഴുതി വെച്ച ഒരാളെ ആ സമ്മേളനം കഴിയുമ്പം ഒഴിവാക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നു. എൻ്റെ പേരിൽ ഒരു പരാതിയില്ല, എൻ്റെ പേരിലൊരു ആരോപണമില്ല, എൻ്റെ പേരിൽ ഒരു നടപടിയില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാളെ ഒഴിവാക്കിയപ്പം ഞാൻ അങ്ങനെ നിൽക്കുന്ന ആൾ മാത്രമല്ല, എൻ്റെ പിതാവിൻ്റെ ഒപ്പം, പിതാവ് മരിച്ചിട്ടിപ്പം എനിക്ക് 27 വർഷമായി. അപ്പോൾ അതിനൊക്കെ ഒരുമിച്ച് വരയ്ക്കുന്ന 45ഓളം വർഷം പഴക്കം ഉള്ള ഞാനിരിക്കുന്ന കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന 2 പേരുണ്ട് വൈക്കത്ത് തന്നെ. 45 വർഷക്കാലമായി ഈ കമ്മിറ്റിയിൽ അവരിങ്ങനെ ഇരിക്കുക. പുതിയ തലമുറക്ക് കടന്നുള്ള സാഹചര്യം ഇരിക്കുന്നില്ല. അവിടെയാണ് ഞാൻ മത്സരിച്ച് പാർട്ടിയുടെ അകത്തേക്ക് കടന്നു വന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ മാറുക, നിങ്ങൾ ഉപരി കമ്മിറ്റി അംഗം, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിന് ഒരു തടസ്സമില്ല. പക്ഷേ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല, ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ. അതുകൊണ്ട് പുതിയ തലമുറയെ നിങ്ങൾ പാർട്ടിക്കകത്ത് അക്കോമഡേറ്റ് ചെയ്യുക, പഴയ ആൾക്കാരത് മാറി തന്ന് നിങ്ങൾ നിങ്ങളുടെ ഉയർന്ന കമ്മിറ്റികളിൽ ഇരിക്കുക എന്ന് പറഞ്ഞു. അവർ 2 പേരും അത് സംബന്ധിച്ചതില്ല. അങ്ങനെ 15 അംഗ കമ്മിറ്റിയിൽ നിന്ന് വൈക്കത്തെ 2 പേര് മാറണം എന്ന് പറഞ്ഞ് എന്നെയും സഖാവ് ലീനമ്മ ഉദയകുമാർ എന്ന് പറയുന്ന സംസ്ഥാന കൗൺസിൽ അംഗമാണ്, പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്, അവരെയും കൂടി മാറ്റാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ വിമർശനവും എൻ്റെ അഭിപ്രായവും അവിടെ പറഞ്ഞു. അവർ അടുത്ത അജണ്ട എടുത്തത് വൈക്കത്തുനിന്ന് ഇപ്പോൾ മത്സരിക്കുന്ന സഖാവ് P. പ്രദീപിനെയും നിലവിലെ MLA CK ആശയും അതിനകത്തേക്ക് ആ ഒഴിഞ്ഞ പോസ്റ്റിലേക്ക് കോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. വൈക്കത്ത് നാൾ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വൈക്കത്ത് തന്നെ ഒരാളെ കൊണ്ടുവരുന്നത് എന്തിനാ? അതിന് മറുപടിയില്ല. ഇവർ 2 പേരും ഉൾപ്പെടുത്തി. അപ്പോൾ എല്ലാവരും കൂടി പെട്ടെന്ന് കൈയടിച്ച് അങ്ങ് പാസ്സാക്കി. അത് കഴിഞ്ഞ് പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ ഈ വിഷയം അവതരിപ്പിച്ചു. അപ്പോൾ അവിടെ തർക്കം വന്നു. തർക്കമുണ്ടായതിൻ്റെ ഭാഗമായിട്ട് അവർ പൂഞ്ഞാറുന്നൊരു സഖാവിനെയും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് സഖാവിനെയും അക്കോമഡേറ്റ് ചെയ്തു. അപ്പോൾ 15 പേരിൽ നിന്ന് 2 പേര് പോയി, പുതിയ 2 പേര് വന്നം എന്ന് പറഞ്ഞെടുത്ത്, അത് വൈക്കത്ത് നാൾ കൂടുതലാണെന്ന് പറഞ്ഞെടുത്ത് വൈക്കത്ത് 2 പേര് പുതിയ കയറുകയും 15 കട്ടാൻ റേറ്റ് ഉറപ്പിച്ച് ഇനി അതിനകത്തേക്ക് ഒരു വർധനവില്ല എന്ന് പറഞ്ഞെടുത്ത് 17ലേക്ക് വന്നപ്പോഴും ഞാൻ വെളിയിൽ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറയും, ഇത് ശരിയല്ല. കാരണം എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് പുറത്തൊക്കെ മാറ്റുന്നത് ശരിയല്ല. അതൊരു കൂടുതൽ ഉദ്ദേശമുണ്ട് എന്നെനിക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് പറയും. അതിനുശേഷം 3 കമ്മിറ്റികൾ കഴിഞ്ഞപ്പം എൻ്റെ ഒപ്പം മാറ്റി നിർത്തപ്പെട്ട ലീനമ്മ എന്ന് പറയുന്ന പാർട്ടി സഖാവിനെ എക്സിക്യൂട്ടീവിലേക്ക് വീണ്ടും ഒരു ക്ഷണിതാവാക്കി എടുത്തു. അപ്പോൾ തത്വത്തിൽ 17 പേര് ഉണ്ടായ കമ്മിറ്റിയിൽ ഞാൻ മാത്രം വെളിയിലേക്ക് പോയി. ഈ കമ്മിറ്റിയിലിരിക്കുന്ന പലരും അഴിമതി കേസിൽപ്പെട്ടവരും സ്ത്രീ വിഷയങ്ങളിൽ നടപടിയെടുത്തവരും ഒളി ക്യാമറ വെച്ച് പിടിക്കപ്പെട്ടവരും ഒക്കെ അവരൊക്കെ ഇരുന്നാണ് ഈ കഥകൾ, ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള അതുപോലത്തെ കേസുകൾ വല്ല എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് കത്ത് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ പരാതി ഉണ്ടോ? പരാതിക്കാർ ലൈവ് ഉണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ ബിനോയിച്ചതിന് കത്തെഴുതി കൊടുത്തിട്ട് അത് ഒക്ടോബർ മാസം 10-ാം തീയതി കത്തെഴുതി കൊടുത്ത്. അതിനുശേഷം ഒരു കത്തിന് മറുപടി ഉണ്ടാകാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി എങ്ങനെയാണെങ്കിൽ മറുപടി വന്നിട്ട് പാർട്ടിയായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചാൽ മതി പറഞ്ഞു. ഞാൻ പാർട്ടി ഓഫീസിൽ പോകാതെ ഇരുന്നു. ആ സമയത്താണ് ഇവിടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത്. 10 വർഷക്കാലം MLA ആക്കി എടുക്കുകയും നന്നേ ചെറുപ്പത്തിൽ പാർട്ടിയുടെ കേഡറാക്കി മാറ്റിയെടുത്ത് 40 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി നിൽക്കുകയും പാർട്ടി തന്ന ഒരുപാട് ആനുകൂല്യങ്ങളുടെ ഭാഗമായി ജീവിക്കുകയും ചെയ്യുന്നത് ഞാനാണ്. ഒരു ഇലക്ഷൻ കാലഘട്ടത്തിൽ ഇലക്ഷന് പ്രവർത്തിക്കാതിരുന്നാൽ അത് പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആ പാർട്ടി നേതാക്കന്മാർക്കുണ്ട്. ഏതാണ്ട് 60 ദിവസം കഴിഞ്ഞ് 2 മാസത്തോളം എടുക്കുമ്പം പാർട്ടി സെക്രട്ടറി CPMൻ്റെ ഓഫീസിൽ വരുന്നത്. എൻ്റെ വീടും CPMൻ്റെ ഓഫീസും ഒരു മതിലാണ്. അവിടെ വന്നപ്പം
എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു, വിനോദ് ചേട്ടാ, ഇങ്ങനൊരു വിഷയം ഞാൻ കത്ത് തന്നിട്ട് ഒരു മറുപടി വന്നിട്ടില്ല, ഞാൻ ഇത്ര ദിവസമായിട്ട് മാറിയിരിക്കുവാണ്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകണം. അപ്പോൾ പുള്ളി എന്നെ തോളത്ത് കൈയിട്ടിട്ട് പറഞ്ഞു, അതൊക്കെ ഉണ്ടാകും, നീ പെട്ടെന്ന് പാർട്ടീസിലേക്ക് വാ, ഇങ്ങനെ മാറിയിരിക്കാതെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ വരികയില്ല, എനിക്ക് ഒഴിവാക്കേണ്ട ഒരു കാരണം എനിക്ക് കിട്ടണം, കിട്ടാതെ ഞാൻ വരികയില്ല. കാരണം ഞാൻ 2006 സമാനമായൊരു ഇഷ്യൂസ് ഉണ്ടായി. 2006 പാർട്ടി തീരുമാനമെടുത്തു, 2 ടേൺ മത്സരിച്ച ജനപ്രതിനിധികൾക്ക് MLA-മാർക്ക് ഇനി മത്സരിക്കേണ്ട തീരുമാനമെടുത്തു. ഞാൻ ഓർത്തു, ഓ ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ മാറിയിട്ട് പുതിയ ഒരാൾക്ക് അവസരം കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു മൈൻഡിലാണ് നിന്നിരുന്നത്. പക്ഷേ സംഭവിച്ചത്, ഞാനൊഴിച്ച് എല്ലാ MLA-മാരും 3-ാം ടേണിൽ മത്സര രംഗത്ത് വന്നു. അപ്പോൾ ഞാനിതുപോലെ പറഞ്ഞു, എന്തുകൊണ്ട് എന്നെ മാറ്റി, എനിക്കൊരു പരിഹാരം പറഞ്ഞു തന്നെ, ഒരു പ്രശ്നം എന്താണ് കാര്യം എന്ന് പറഞ്ഞു. അതിനൊന്നും മറുപടി ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വടക്കുണ്ടാക്കി നിന്നപ്പോൾ ഇതേ വിനോദ് വിശ്വൻ അന്ന് എന്നെ വീട്ടിൽ വന്ന് കണ്ടിട്ട് പറഞ്ഞ്, ഞാൻ നിൻ്റെ ജ്യേഷ്ഠനാണ്, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ എൻ്റെ കൂട്ടത്തിലുണ്ടാകും, നിനക്ക് ചെറിയ പ്രായമായി, ഇനിയും നിനക്ക് സാധ്യതകൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് നീ പാർട്ടി തിരിച്ചു വന്നു. ഞാൻ 2010 തൊട്ട് 16 മുതൽ 2026 വരെ ഞാൻ ആ പാർട്ടിയിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ട് വിശ്വസിച്ച് നിൽക്കുമായിരുന്നു. ഞാൻ MLA ആകാനോ മന്ത്രിയാകാനൊന്നും അല്ല ഞാൻ വെച്ചാൽ, ഞാൻ BJP പോലും എന്നെ അതിലേക്ക് വരുമ്പോൾ ഞാൻ മത്സരിക്കില്ലെന്ന് ആദ്യം പറഞ്ഞത്. ഞാൻ വയ്ക്കത്തല്ല, ഒരു സ്ഥലത്ത് ഞാൻ നിയമസഭ തെരഞ്ഞെടുപ്പോ പാർലമെൻറ്റിൽ രംഗത്തേക്ക് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞാൽ വന്നത്. അതിനുശേഷം അതിനൊരു എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നില്ല. അങ്ങനെ ഈ മാസം കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം അതിന് 7 മാസത്തോളം കാത്തിരുന്നു. പക്ഷേ എന്നെ BJP-യിലേക്ക് ആകർഷിച്ച ഒരു ഘടകം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്ത് ഡൽഹിയിലുണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഡൽഹി ചെന്ന് കഴിഞ്ഞപ്പം, അയാളിവിടെ കൊല്ലത്തുകാരനാണ്. കൊല്ലത്ത് CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനും. അതൊക്കെ ഇപ്പോൾ ഈ കേരളത്തിലെ CPM-കാർ ഡൽഹിയിലോ ഉത്തരേന്ത്യയിലോ ഇരുന്ന് കഴിഞ്ഞാൽ അവരെല്ലാം BJP-കാരാണ്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ല. ഇവിടുത്തെ മുഖ്യ ബിസിനസ്സുകാരും ബിസിനസ്സുകാർ അല്ലെങ്കിൽ അതുപോലെ മേഖല നിൽക്കുന്നവരൊക്കെ കേരളത്തിൽ വലിയ ഇടതുപക്ഷ പ്രവർത്തകരും ആവേശകരും സംഭാവന കൊടുക്കുന്നതിൽ മുഖ്യ കക്ഷികളായിരിക്കും. പക്ഷേ കേരളം വിട്ടാൽ അവർ BJP-യാണ്. അങ്ങനെ ഈ എൻ്റെ സുഹൃത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ മോദി സർക്കാരിനെ പറ്റി ഇവിടെ കേട്ട് പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറയുന്ന ഒരു വ്യാജ വാർത്തകളാണ്. അദ്ദേഹം ചെയ്ത ഡെവലപ്മെൻറ്റ്സ് ലോകത്താകെ അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തതാണ്. ഞാൻ പറഞ്ഞു, ഈ ഡൽഹിയിൽ ഞാൻ എത്ര പ്രാവശ്യം വന്നേക്കുന്നത്, ഇവിടെ എന്തോ ഒരു മാറ്റം, പണ്ടത്തെ കൂട്ട് തന്നെ ഈ പാർലമെൻറ്റ് മന്ദിരവും ഈ സ്ട്രീറ്റുകളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒരു മാറ്റമില്ലെന്ന്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ എന്നെ കയറ്റിയിട്ട് അവിടെ നിന്ന് ജയ്പൂർ കൊണ്ടുപോയി. ഞങ്ങളൊരു 2 മണിക്കൂർ കൊണ്ട് ജയ്പൂർ എത്തി. എന്ത് വലിയ റോഡുകൾ അവിടെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി നമുക്ക് ആഗ്രയ്ക്ക് പോകണമെന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, ആഗ്രയ്ക്ക് പോയാൽ നമ്മൾ താമസിക്കൽ ഈ സമയം തന്നെ മതി എന്ന് പറഞ്ഞു. കാരണം ഡൽഹിയിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു, ഉത്തർപ്രദേശ് മാറ്റം ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കോർണർ, ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതല്ല, രാജ്യത്തുണ്ടാകുന്ന മാറ്റം ഇതിനേക്കാൾ അപ്പുറത്താണ് എന്നത് എനിക്ക് അന്ന് ബോധ്യമായതാണ്. അപ്പോൾ പയ്യെ ഈ BJP-യുടെ വികസന പ്രക്രിയകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പം ഈ നമ്മുടെ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ വെച്ചു. അന്ന് വെച്ചപ്പോൾ 3000 കോടി രൂപ രാജ്യത്ത് നശിപ്പിച്ചു എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാശ് കൊണ്ട് പാവങ്ങൾക്ക് അരി മേടിച്ച് കൊടുക്കാൻ പാടില്ല, വീട് വെച്ച് കൊടുക്കാൻ പാടില്ല, ഞങ്ങൾ പ്രസംഗിച്ച് കിടന്നാണ്. പക്ഷേ അത് ലോകോത്തര നിലവാരത്തിലേക്ക് വരികയും ആ പ്രദേശത്തുള്ള 10,000-കണക്കിന് ആൾക്കാർക്ക് ജോലി ലഭിക്കുകയും വരുമാനം വരുന്ന തരത്തിലേക്കും ആ പ്രതിമ സ്ഥാപിച്ച ശേഷം വന്നു. ഇവിടെ കേരളത്തിൽ എന്ത് വരുമാനമാണോ ഉള്ളത്? പക്ഷേ ഞാനൊരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ, അതായത് എപ്പോഴെങ്കിലും സ്ഥാനങ്ങൾക്ക് പുറകെ പോയിട്ടുണ്ടോ? ഞാനിത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു തെരഞ്ഞെടുപ്പിൽ അപ്പോഴും നമുക്ക് സീറ്റ് കിട്ടിയില്ല എന്നുള്ള കാരണത്തിൻ്റെ പുറത്ത് കോൺഗ്രസിലേക്ക് പോയാലോ എന്ന് ആലോചിച്ചിരുന്നു എന്നുള്ള ഒരു കോൺവെർസേഷനൊക്കെ ഒരിടയ്ക്ക് വന്നിരുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ 2026 വരുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടാണോ BJP-യിലേക്ക് അല്ലെങ്കിൽ NDA-യിലേക്ക് മാറുന്നത് എന്ന് ചോദിക്കാൻ ആ ഒരു സംശയം സ്വാഭാവികമായി ഉണ്ടാകില്ലേ? അതിനെന്തായിരിക്കും മറുപടി നൽകുക? 97-ലാണ് എൻ്റെ പിതാവ് മരിക്കണത്. പിതാവ് മരിക്കുമ്പം എൻ്റെ പേര് നിന്ന് ഉയർന്നു വന്നതാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്നെ വിളിച്ചു. അന്ന് മരിച്ചുപോയ എന്നെ ഉമ്മൻചാണ്ടി സാർ എന്നെ വിളിച്ചത്. ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മത്സരിക്കുക നിൻ്റെ ഇഷ്ടം, പക്ഷേ നീ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആണെങ്കിൽ പിന്നെ ഈ വീട്ടിലോട്ട് കയറരുതെന്ന് പറഞ്ഞു. ഇവിടെ വരാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മത്സരം ആഗ്രഹം വിട്ടു. ചെറിയ പ്രായത്തിലുണ്ടായതൊരു ആഗ്രഹം, എല്ലാവർക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങളൊക്കെ. അതിനുശേഷം പിന്നൊരു സമയത്ത്, അതായത് ഈ 2016 ഇതേപോലെ ഇഷ്യൂ ഉണ്ടായി. എന്നെ മാറ്റിയെടുത്ത് കഴിഞ്ഞപ്പം ഇതുപോലെ കോൺഗ്രസ്സുകാർ എൻ്റെ അടുത്ത് വന്നു, UDF-ൻ്റെ ആൾക്കാർ വന്നു സംസാരിച്ചു. പക്ഷേ എനിക്കെൻ്റെ അധികാരത്തിന് പുറകെ പോകാനോ പാർട്ടിയിൽ മാറാനാണെങ്കിൽ ഇപ്പോഴും എൻ്റെ പുറകെ എനിക്ക് സാധ്യതകളുണ്ടായിരുന്ന കേരളം ഭരിക്കുന്ന പാർട്ടി എന്നെ സമീപിച്ചാണ്
അതിന് വലിയ പാർട്ടിയെ സമീപിച്ചാണ്. കേരളം ഇനി ഭരിക്കപ്പെടും എന്ന് പറയുന്ന UDF-ഉം എൻ്റെ അടുത്ത് സമീപിച്ചതാണ്. രണ്ടുപേരും എൻ്റെ അടുത്ത് ചോദിച്ചാണ്. വേറെ പല ആൾക്കാരും എൻ്റെ അടുത്ത് മത്സരിക്കാമെന്ന് ചോദിച്ചു വന്നതാണ്. എനിക്ക് താല്പര്യമൊന്നുമില്ല മത്സരിക്കാനായിട്ട്. ഞാൻ മുഖ്യമായും കേന്ദ്രീകരിച്ച് ശ്രദ്ധിച്ചത് ഈ രാജ്യത്തുണ്ടാകുന്ന മാറ്റം അതെങ്ങനെ നമുക്കൂടി ഭാഗമാകാൻ കഴിയും എന്നതായിരുന്നു നോക്കിയത്. അതിൻ്റെ ഭാഗത്താണ് ഞാൻ BJP എന്ന് പറയുന്ന പാർട്ടിയുമായിട്ട് ഒരു ആശയപരമായി ഒന്ന് ചേരാൻ തീരുമാനിച്ചത്. അധികാരമായിരുന്നുവെങ്കിൽ അധികാരവും സമ്പത്തുമായിരുന്നു. ഇപ്പം എൻ്റെ പറ്റി ഇവിടെ പറയുന്നത് BJP എനിക്ക് ഒരുപാട് പണം തന്നു, ഒരുപാട് അധികാരങ്ങൾ തരും എന്ന് പറഞ്ഞ് തന്നു എന്നൊക്കെ പറയുന്നത്. രാഷ്ട്രീയപരമായി കിട്ടുന്ന അധികാരം പ്രവർത്തിച്ചില്ലെങ്കിൽ അപ്പം തന്നെ പോകും. വൈക്കം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാലത്തും കേട്ടിട്ടുള്ളതാണ്, CPIയുടെ ഒരു കോട്ടയാണ്, CPI മാത്രം ഭരിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ്. അപ്പോൾ വൈക്കത്തെ ഒരു BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോഴത്തേക്കും ആശങ്കകളില്ലേ? അത് വെളിയിലുള്ളൊരു വാർത്തയാണ്. ഈ വൈക്കത്ത് CPIയുടെ ചെങ്കോട്ടയാണെന്നൊക്കെ പറയുന്നത്. അത് ഉള്ളി പോലെയാണ്. പൊളിച്ച് ചെല്ലുമ്പോൾ അതിനകത്ത് എന്താ ഉള്ളതെന്ന് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാണ് വൈക്കത്ത് നിന്ന് നൂറുകണക്കിന് ആൾക്കാർ പാർട്ടി വിട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ്? ഈ പാർട്ടിയുടെ സമീപനങ്ങൾ നടപ്പിലാക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളാണ്. അവരതിന് യോഗ്യരല്ല. ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അപകർഷണങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. കാരണം അവരുടെ മക്കൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടാകാം, അവർക്ക് സഹകരണ ബാങ്കിൽ ബോർഡ് മെമ്പേഴ്സായിരിക്കാം, അവർക്ക് ഏതെങ്കിലും കൃഷി വകുപ്പിൽ താൽക്കാലിക ജോലി കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പാർട്ടിയുടെ ഘടകങ്ങളിലിരിക്കുന്നവരായിരിക്കാം. അവർക്ക് താഴത്തേക്ക് കുറേ ആൾക്കാരെ ഗ്രൂപ്പ് തിരിച്ചു നിർത്തിയാലേ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരതിന് സംവിധാനം ഉപയോഗിച്ച് പോകുന്നു. അപ്പോൾ താങ്കൾക്ക് അങ്ങനെയുള്ള യാതൊരു സേവനങ്ങളും കിട്ടിയിട്ടില്ല എന്നുള്ളതാണോ? എനിക്ക് സേവനമല്ല കിട്ടിയത്. എന്നെ പാർട്ടി ഇവിടുത്തെ ഏറ്റവും ഒരു നല്ല പോസ്റ്റിലാണ് വെച്ചത്. MLA എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. തീർച്ചയായും 34-ാമത്തെ വയസ്സ് ഞാൻ MLA ആയതാണ്. അത് എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ്. അത് കിട്ടാനുള്ള കാരണം പാർട്ടിയുടെ മാത്രം ഇതല്ല, അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം കൂടി അതിനകത്ത് വരുന്നുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടന നിശ്ചയിക്കപ്പെട്ടതിൻ്റെ ഭാഗത്തുള്ള റിസർവേഷൻ മണ്ഡലങ്ങളുണ്ടായത് അത് അവരുടെ ഔദാര്യമല്ല, അത് ഭരണഘടന തന്ന അവകാശത്തിൻ്റെ ഭാഗമാണ്. അതിന് പാർട്ടിയുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. പാർട്ടി അന്ന് നോക്കിയത്, ആ സമയത്ത് നോക്കിയത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്, ആ സമയത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ കണ്ടെത്തണം എന്നായിരുന്നു. ആ സമയത്ത് ഞാൻ തിളങ്ങി തന്നെ നിൽക്കുകയായിരുന്നു. കാരണം ഇവിടെ നടന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ട് AIYF നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് 34 ദിവസം ജയിൽവാസം അനുഭവിച്ച് നല്ലപോലെ പോരാട്ടം നടത്തി, നല്ലപോലെ പ്രക്ഷോഭം നടത്തി, അതിനകത്ത് മുന്നിൽ നിന്നും പുറകിൽ നിന്നൊക്കെ നയിച്ചിട്ടുള്ളതാണ്. 10 വർഷം വൈക്കത്തിൻ്റെ MLA ആയിട്ട് പ്രവർത്തിച്ച ഒരാൾക്ക് ഇനിയൊരു വീണ്ടും കുറച്ച് വർഷങ്ങൾ മാറി എന്നതിന് ശേഷം, MLA പട്ടത്തിൽ നിന്ന് മാറി എന്നതിന് ശേഷം വീണ്ടും ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ആശങ്കകളുണ്ടോ? ജനങ്ങൾ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതിനെ കുറിച്ച്? എനിക്കൊരു ആശങ്കയില്ല അതിനകത്ത്. ഇല്ല. കാരണം ഞാൻ 10 വർഷം മാറി നിൽക്കുമ്പം ഞാനിപ്പം നിലവിലെ MLA-യുടെ CK ആശയുടെ MLA-യുടെ ചീഫ് ഇലക്ഷൻ ഏജൻ്റ് ആയിരുന്നു. ആശയെ ജയിപ്പിക്കാനായി എന്നെ മാറ്റി നിർത്തപ്പെടുമ്പോഴും ഞാൻ ആശയെ ജയിപ്പിക്കാനായി അതിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായി ഈ വൈക്കത്തെ 180 ബൂത്തുകളിലും രാത്രിയും പകലും ഇല്ലാതെ ഓടി നടന്ന. അപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥിയെ പോലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങളൊപ്പം നിൽക്കുന്ന പ്രവർത്തനം ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് അതുകൊണ്ട് ഈ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ അറിയാം. ഞാൻ ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് രാത്രിയും പകലും ഇല്ലാതെ ഈ വൈക്കത്തെ ടൗണിൽ മുഴുവൻ ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ സൗഹൃദം ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരും ഇവിടെ ടാക്സി ഡ്രൈവർ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ തന്നെയാണ്. ഞങ്ങളൊക്കെ ഒരേ ബാച്ചുകളിൽ പഠിച്ചു വന്ന ആൾക്കാരാണ് ഓട്ടോറിക്ഷക്കാരായി മാറിയതും. ചിലവർ ഉദ്യോഗസ്ഥന്മാരായിപ്പോയി, ചിലർ അധ്യാപകരായിപ്പോയി. പക്ഷേ സൗഹൃദങ്ങളൊന്നും മാറ്റം വന്നിട്ടില്ല. അവരൊക്കെ എപ്പോഴും എടാ പോടാന്ന് വിളിക്കുന്ന വർത്തമാനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതിപ്പോൾ ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ രാജി എന്ന് ചോദിക്കുന്ന ആൾക്കാരെ കൂടുതലും. അപ്പോൾ നമ്മൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട വികസന പ്രവർത്തനങ്ങൾ മാത്രമാണോ നമ്മൾ അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂടെ നിൽക്കണമെന്ന് തോന്നിപ്പിച്ചത്? തീർച്ചയായും അതൊരു ഘടകമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ നമുക്ക് നമ്മുടെ റോഡുകൾ പരിശോധിച്ച് നോക്ക്, അല്ലെ നമ്മുടെ നാട്ടിലെ വികസന പ്രക്രിയ പരിശോധിച്ച് നോക്ക്. നേരെ കടവുമാക്കിയ കടവുപാലം ഇവിടെ 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ്. 35 വർഷക്കാലമായ പാലം പണി തുടങ്ങിയിട്ട് 35 വർഷക്കാലത്തോളം ഒരു പാലത്തിന് വേണ്ടി കാത്തിരിക്കുന്നു പറഞ്ഞാൽ ഒരു മനുഷ്യായുസിൻ്റെ പകുതിയിലേറെ പോയി. നമ്മുടെ റോഡുകളെല്ലാം ഉണ്ടാകുന്ന ഇതല്ലേ, റോഡുകളെല്ലാം ജനം ആഗ്രഹിക്കപ്പെടുന്ന സമയത്ത് അവൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം. കോട്ടയം കുമരം തണ്ണീർമുക്കം റോഡ് മേഴ്സി രവി MLA ആയിരിക്കുന്ന സമയത്ത്, കോട്ടയത്തെ MLA ആയിരിക്കുന്ന സമയത്താണ് തുടക്കം കുറിക്കുന്നത്. 21 വർഷം 22 വർഷം കഴിഞ്ഞ് അത് പൂർത്തീകരിക്കുന്നത്. അപ്പം ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഒരു 3 വർഷത്തേക്ക് കരാർ കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് പണിതില്ലെങ്കിൽ അവൻ കരിമ്പട്ടിയപ്പെടും. ആ കരാറുകാരൻ അവൻ കാലതാമസം വരുത്തുവാണെങ്കിൽ അവന് ഫൈൻ അടിക്കും. 3 വർഷം കൊടുത്തവൻ 3 വർഷത്തിന് മുമ്പ് 1-2 വർഷം കൊണ്ട് തീർത്താൽ 2 വർഷം കൊണ്ട് തീർന്നാൽ അവന് അവാർഡും കൊടുക്കും. ഇത് കേരളത്തിൽ ഇല്ലായിരുന്ന സിസ്റ്റം, ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന സിസ്റ്റം, അത് മോദി അധികാരത്തിൽ വന്ന ശേഷം കർക്കശമാക്കി.
അത് രാജ്യത്തെല്ലായിടത്തും എൻ്റെ അനുഭവമാണ്. ഇപ്പോൾ ഈ കാണുന്ന റോഡുകളെല്ലാം നമ്മളിപ്പോൾ ഹൈവേകളൊക്കെ ഇഷ്ടംപോലെ വരുന്നില്ലേ, അതൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമല്ല, അതിൻ്റെ ഏറിയ പങ്കും വഹിക്കുന്നത് കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗം. നേരത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതായത് ഈ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യം കൊടുക്കാനുള്ള ഫണ്ട് വരുമ്പം അതിന് ഡൈവേർട്ട് ചെയ്ത് വേറെ ഭാഗങ്ങളിലേക്ക് മാറ്റും. മത്സ്യത്തൊഴിലാളികളുടെ ഇതിലേക്ക് വരുന്ന ഫണ്ടുകൾ വരുമ്പം അതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. കൃഷി വകുപ്പിൽ കിട്ടുന്ന പൈസ വേറെ വകുപ്പിലേക്ക് മാറ്റും. ഇപ്പോൾ നടക്കില്ല പണി. മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായതെന്ന് വെച്ചാൽ ഏത് വകുപ്പിന് പണം കൊടുക്കുന്നോ ആ വകുപ്പ് ആ പണം ചെലവഴിക്കണം. ആ വകുപ്പ് ആ പണം ചെലവഴിച്ചില്ലെങ്കിൽ അടുത്ത ഘട്ടം അനുവദിക്കുമ്പം അതിൻ്റെ 40% 40% കട്ട് ചെയ്ത് കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം പണം തിരി. ഇപ്പോൾ കേരളത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് ഗവൺമെൻറ് പറയുന്നതിൻ്റെ മുഖ്യ കാരണം പഴയ പണി നടക്കുന്നില്ല. പഴയ പണി നടക്കുവാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമില്ല. പക്ഷെ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സഹപ്രവർത്തകരായിരുന്ന ഒരുപാട് പേര്, അത്രയും വർഷങ്ങളായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര്, അവരൊക്കെ ഈ ഒരു തീരുമാനം അറിഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരിച്ചത്? അതിനകത്ത് പിണങ്ങിയവരുണ്ട്, ഇണങ്ങിയവരുണ്ട്, നന്നായി ഒരുപാട് താമസിച്ചു പോയി എന്ന് പറഞ്ഞവരുണ്ട്, നേരത്തെ പോണമാരെന്ന് പറഞ്ഞവരുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ സൗഹൃദത്തൊന്നും മാറ്റം വന്നിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളാണ്. ചില ആൾക്കാർക്കൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്, അതുണ്ട്. അത് പാർട്ടിയിൽ ഏറ്റവും അടുത്ത് നിന്ന ആൾക്കാർക്ക്, എൻ്റെ ഒപ്പം നിന്നവർക്കൊക്കെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോയി എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു പെട്ടെന്നല്ലല്ലോ പോയേക്കണേ, ഞാൻ ദീർഘമായി പാർട്ടിയുടെ പ്രധാനപ്പെട്ട, ഞാൻ തുറന്നു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുന്നില്ല. ഞാൻ സഖാവ് പി പ്രദീപിൻ്റെ തന്നെ പറഞ്ഞിരുന്നു, മത്സ്യബന്ധന സ്ഥാനത്തിൽ തന്നെ ഞാൻ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്കൊരു 24 മണിക്കൂറും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞാൽ, ഒരു ജോലി എടുക്കുന്ന മനുഷ്യൻ ഒരു ജോലി എടുക്കാതെ വീട്ടിൽ തന്നെ നിന്നാലൊക്കെ പ്രാന്തായി പോകും. ഞാൻ അനുഭവിച്ച എൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ 2016 ശ്രീ ബിനോയ് വിശ്വം നമുക്കുണ്ടാക്കിയ ആ പ്രശ്നങ്ങളൊക്കെ, അദ്ദേഹം ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിൽ നിന്നില്ലേ? 2026 ആയപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന് തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞതല്ലേ ഇത് പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ട് പോയതല്ല, പരിഹാരം ഇല്ലല്ലോ. പരിഹാരം ഇല്ലാതെ അദ്ദേഹം പോവുക ചെയ്തത്. 2016 പരിഹാരം ഉണ്ടാക്കിയില്ല, അതിന് തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. അതിന് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഒരു ഘട്ടത്തിൽ വന്നത് എനിക്കും കെ ഇസ്മയിലിനും കൂടി, അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ പുള്ളിയെ നടപടിയൊക്കെ ആയിട്ട് വെളിയിൽ നിൽക്കുക, കെ ഇസ്മയിലിനും കൂടി വയനാട് റിസോർട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ അന്നത്തെ ഗ്രൂപ്പ് പ്രവർത്തകർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് ഒരു സമയത്ത് തേനി കമ്പം ഭാഗത്ത് തെങ്ങും തോട്ടോ മുന്തിരിത്തോട്ടോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ആക്ഷേപം കൊണ്ടുവന്നു. ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, അങ്ങനെ എന്തെങ്കിലും എൻ്റെ പേരിലുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തുവാണെങ്കിൽ അത് ഞാൻ CPIയുടെ പേരിൽ എഴുതി കൊടുക്കും. ഇത് ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പറയുന്ന ഒരാൾ പ്രശ്നം പറഞ്ഞിട്ട് അവരങ്ങ് പോവുക. പക്ഷെ ആ പറഞ്ഞ പ്രശ്നം അത് കൊള്ളുന്ന ആൾക്ക് അവനുണ്ടാകുന്ന മനോവികാരങ്ങളും മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നില്ല. ഇപ്പം ഞാൻ തന്നെ, എനിക്കിപ്പോൾ രാവിലെ മിനിമം ഒരു 250 മെസ്സേജ് വരും, പച്ചത്തെറി വിളിച്ചോണ്ടാണ് മെസ്സേജ് വരുന്നത്. ഈ CPIക്കാരാണ് മുഴുവൻ പറയണേ. എൻ്റെ ഭാര്യയെ ചീത്ത പറയുന്നു, എൻ്റെ മോളെ ചീത്ത പറയുന്നു, എൻ്റെ മോനെ ചീത്ത പറയുന്നു, എൻ്റെ അച്ഛനെ ചീത്ത പറയുന്നു, എന്നെ ചീത്ത പറയുന്നു. എല്ലാ ദിവസവും ഉണ്ട്. ഇതിപ്പോൾ എടുത്ത് ചിലപ്പോൾ ഈ മെസ്സേജ് വരുന്നത് നോക്കി കഴിഞ്ഞാൽ 2-3 അതായിരിക്കും. ഇത് ഇങ്ങനെ എന്തിനാണ് പറയുന്നത്? എൻ്റെ വ്യക്തിപരമായ ആവശ്യമല്ല. ഞാൻ രാഷ്ട്രീയം, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് ഡ്രസ്സ് ഉപയോഗിക്കണം, എൻ്റെ വ്യക്തി ആവശ്യമാണ്. അതിന് എൻ്റെ കുടുംബം എന്ത് വധിച്ചു? എൻ്റെ കുടുംബത്തിന് ഇവരാണോ ജോലി മേടിച്ചതെന്ന്, അല്ലെങ്കിൽ ഇവരാണോ എന്നെ ചെലവിന് വരുന്നത്? അല്ലല്ലോ. അതൊക്കെ മാറ്റണം, അതെല്ലാം മാറണം. അപ്പൊ ഈ വൈക്കം ഒരു CPI കോട്ടയാണ് എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വൈക്കം എന്ന് പറയുന്ന മണ്ഡലം ജനപ്രതിനിധികളെ അവരുടെ പാർട്ടി നോക്കാതെയാണ് സ്വീകരിക്കുന്നത് എന്നൊരു വിശ്വാസമുണ്ടോ? തീർച്ചയായും അങ്ങനെയല്ലേ. കാരണം ഇവിടെ ഇപ്പം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അറിയാം, അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം. ഇവിടെ എക്കാലത്തും ഇടതുപക്ഷം ജയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഈ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ദളിത് വിഭാഗം താമസിക്കുന്ന പ്രദേശമാണ്. അവരെ കാലാകാലങ്ങളായി പറഞ്ഞ് ഈ 2 മുന്നണികളും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന കാര്യങ്ങൾ കൊടുക്കണം. അവരിപ്പോഴും കോളനി എന്നുള്ള പേര് മാറ്റി ഉന്നതി എന്നാക്കി. പക്ഷേ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റി കൊടുക്കണ്ടേ, അവരുടെ പശ്ചാത്തല സൗകര്യങ്ങൾ മാറ്റി കൊടുക്കണ്ടേ, അവരുടെ കുട്ടികൾക്ക് നല്ല ജോലി ലഭ്യമാകണ്ടേ, അവർക്ക് ഇതുണ്ട്. ഇപ്പോൾ റിസർവേഷൻ കിട്ടുന്ന ഒരാൾക്ക് അതുകൊണ്ട് മതി എന്ന് പറയുന്നു. ഇവിടെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് കിട്ടുന്ന റിസർവേഷനെ കൂടുതൽ റിസർവേഷൻ കിട്ടുന്ന അല്ലെങ്കിൽ പരിഗണന കിട്ടുന്ന മറ്റു വിഭാഗങ്ങളുണ്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും ഇതിലേക്ക് കോർണർ ചെയ്യുക. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, ഇവരാണ് എല്ലാം എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് പറ്റിച്ച് നിർത്തിയതുകൊണ്ട് ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെല്ലാം പറ്റിയിട്ടാണെന്ന് മനസ്സിലായി. അവർക്ക് കിട്ടേണ്ടത് ഇവർ ഒരു രാഷ്ട്രീയ അടിമകളാക്കി ആ വിഭാഗത്തെ മാറ്റിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. എന്തുകൊണ്ടാണ് ഏറ്റവും
താഴെത്തട്ടി നിൽക്കുന്ന ഈ ജനവിഭാഗം BJP എന്ന് പറയുന്ന സവർണ പാർട്ടി എന്ന് ആക്ഷേപിച്ചിരുന്ന പാർട്ടി, വർഗീയ പാർട്ടി എന്ന് ആക്ഷേപിച്ചിരുന്ന പാർട്ടി, ആ പാർട്ടിയിലേക്ക് പോകണം തീരുമാനിക്കുന്നതുകൊണ്ടാണ്. അതിലേക്ക് അവർ ചെന്ന് കടന്നു കയറുന്നത് അവിടെ അതില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടല്ലേ. ഇപ്പം ഞാൻ പോയതല്ല, എന്നെക്കാൾ മുമ്പ് നിരവധി ആൾക്കാർ പോയിട്ടുണ്ട്. 80കളിൽ 84കളിൽ ഇവിടെ RSS എന്ന് പറയുന്ന സംഘടന തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് കൂടുതലും പോയ ആ വിഭാഗം ആൾക്കാരായിരുന്നു. പക്ഷേ ഒരുപാട് പേര് ഈ പാർട്ടിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കേട്ട ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു റൂമർ പറയാം. അതായത് ഈ BJP എന്ന് പറയുന്ന പാർട്ടി ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഒരുപാട് പണം കൊടുക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരം ഉറപ്പുകളുടെ പുറത്താണ് ഈ ഒരുപാട് ജനപ്രതിനിധികൾ ഈ പാർട്ടി മാറുന്നത് എന്ന് കേൾക്കുന്നു. ആ ഒരു ആക്ഷേപത്തിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെയായിരിക്കും താങ്കൾ നോക്കിക്കാണാം? സ്ഥാനമാനങ്ങൾ ഏത് പാർട്ടി ചെന്നാലും കിട്ടും. അത് നമ്മൾ ജോലി ചെയ്യുന്നതിന് പോലെ നമ്മൾ നല്ലപോലെ കഠിനാധ്വാനം ചെയ്താൽ ആ പാർട്ടി നമ്മൾ അംഗീകരിക്കും, ആ പാർട്ടി നമ്മളെ അതിന് ഉയർന്ന സ്ഥാനമാനങ്ങളിലേക്ക് കൊണ്ടുവരും. പക്ഷെ അതെനിക്ക് ലഭ്യമല്ലാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ CPI എന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയത്. എനിക്ക് പാർട്ടി ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ടുള്ള അംഗീകാരം പാർട്ടിയിൽ ലഭ്യമല്ല. അവിടെയാണ് എൻ്റെ പ്രശ്നം അവിടെ വെച്ചത്. ചോദിച്ച ചോദ്യത്തിൽ ഉള്ളത് സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാണോ എന്നൊരു ആക്ഷേപം പൊതുവെ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു ആക്ഷേപം, അങ്ങനെ ഒരു തീരുമാനമോ അങ്ങനെ ഒരു ഓഫറോ എനിക്ക് വന്നിട്ടില്ല. എനിക്ക് സാമ്പത്തികത്തിൻ്റെ അത്യാവശ്യം എനിക്കില്ല. കാരണം എൻ്റെ ഭാര്യ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിക്കാരിയാണ്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. PSC എഴുതി കിട്ടിയ പാർട്ടി തന്നല്ല കേട്ടോ, PSC എഴുതി കിട്ടിയതാണ്. അത് റിസർവേഷൻ്റെ ഭാഗമായിട്ടും കിട്ടിയതല്ല, അത് മെറിറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. അത് ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു സൂപ്രണ്ടായിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ആനുകൂല്യം കിട്ടുമെന്ന് പൊതുസമൂഹത്തിൽ അന്വേഷിച്ചാൽ കിട്ടും. അത്രയും കിട്ടുന്ന ഒരാൾക്ക് സമ്പത്തിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ സ്വന്തമായി എനിക്ക് വീടില്ല, ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും ഗസറ്റ് റാങ്ക് കിട്ടിയതാണ്. അവർക്ക് ഒരു നല്ലൊരു പെൻഷൻ കിട്ടുന്നുണ്ട്. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഉള്ളതിൽ കൂടുതൽ അവരുടെ സേവനങ്ങളുടെ ഭാഗമായിട്ടും അവരുടെ ജോലിയുടെ ഭാഗമായിട്ടും കിട്ടുന്നുണ്ട്. പിന്നെ അധികം സമ്പാദിച്ചെന്താ കാര്യം? 10 വർഷത്തിൽ കൂടുതൽ അല്ല 15 വർഷത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുകയല്ല. നമുക്ക് ഏത് സമയത്തും അപകടങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം. കുറേ പണം സമ്പാദിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഒരു ജനപ്രതിനിധിയായിരുന്ന ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റാത്തത് വേറെ എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നത് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം. കുമരകം എന്ന് പറയുന്ന ലോക ശ്രദ്ധ ആകർഷിച്ച പൈതൃക ടൂറിസത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് കുമരകം. ഏതാണ്ട് 16 കിലോമീറ്റർ അപ്പുറത്താണ്. അതേ ക്ലൈമറ്റും അതേ ഭൂപ്രകൃതിയാണല്ലോ ഇവിടെ ഉള്ളത്. എന്തുകൊണ്ട് കുമരകത്തിന് മാത്രം ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നു? അതിവിടെ സാധ്യമാകണ്ടേ? അപ്പം വൈക്കം കുമരകവും ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റിക്കൊണ്ട് സ്വദേശ സഞ്ചാരികളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ 2006 മുതലുള്ള 10 വർഷക്കാലം ഇവിടെ MLA ആയിരുന്നപ്പോൾ വൈക്കംകാർക്ക് വേണ്ടി ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കുടിവെള്ളത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. വൈക്കത്ത് കുടിവെള്ളം ഒരു വലിയ ഇത് തൊട്ടപ്പുറത്താണ് വാട്ടർ അതോറിറ്റി ഓഫീസ്. അവിടെ കുടവുമായി പെണ്ണുങ്ങൾ വന്ന് ഉദ്യോഗസ്ഥന്മാരെ കുടം കൊണ്ട് തല്ലുമായിരുന്നു. ഇവിടെ ഒരു കാലഘട്ടത്തിൽ മത്സരിച്ച KK ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് വന്നു കഴിഞ്ഞപ്പം പെണ്ണുങ്ങൾ വെള്ളം കിട്ടാത്തത് കൊണ്ട് കുടത്തിന് പുള്ളിയെ തല്ലാൻ ചെന്നായിരുന്നു. അന്ന് പുള്ളിക്ക് തല്ല് കിട്ടിയെന്ന് പറയുന്നത് കിട്ടിയില്ലെന്നും പറയുന്നുണ്ട്. അത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്ന ആളല്ല. പക്ഷേ അങ്ങനെ ഒരു ജനപ്രതിനിധി വരും തല്ലാനായിട്ട് കുടിവെള്ളക്ഷാമത്തിനകത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ജോലിക്ക് വരികയില്ലായിരുന്നു. ഒരു ഇങ്ങോട്ട് വൈക്കത്തേക്ക് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയെ വരാനായിട്ട്. കാരണം ഏത് സമയത്തും വഴക്കാണ്. ആൾക്കാർ 100-150 പേര് ഈ കുടവുമായിട്ട് വരും വെള്ളം എടുക്കുക. വെള്ളം തരാൻ സമരം നടത്താൻ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരാൾ പോലും സമരത്തിന് വരികയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്ത് ഈ വൈക്കത്ത് മാത്രമായിട്ട് ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി. അത് വന്നതിന് ശേഷം ഇവിടെ കുടിവെള്ളത്തിന് ക്ഷാമമില്ല. പക്ഷേ ചില പ്രദേശങ്ങളിൽ ഇപ്പം ജനറേഷൻ കൂടി, അതനുസരിച്ച് വീടുകൾ കൂടി, ആവശ്യങ്ങൾ കൂടി, ഇപ്പം വീണ്ടും അത് ആരംഭിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരു ജനപ്രതിനിധിയായി വന്നു കഴിഞ്ഞാൽ, നിയമസഭാ സാമാജികനായി വന്നു കഴിഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഈ കായലിലെ വെള്ളം ട്രീറ്റ് ചെയ്ത് ഈ തീരദേശ മേഖലയിലുള്ള 6 പഞ്ചായത്തുകൾക്കും കൊടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് ഏത് പദ്ധതിയാണ് ഉപയോഗിക്കാൻ വരുന്നത് ആ പദ്ധതി ഉപയോഗിച്ച് കൊടുക്കും. നിലവിൽ വൈക്കം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളത്തിൻ്റെതാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടെ ഈ മണ്ഡലത്തിനുണ്ടോ? വൈക്കം പല സമയത്തും ഇങ്ങനെ ഞെരിക്കപ്പെട്ട് ഒഴിവാക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലം. ഒരുപാട് പ്രഗത്ഭന്മാരായ കലാകാരന്മാരും ഭരണാധികാരികളുമൊക്കെ ഇപ്പം തൊട്ടപ്പുറത്താണ് ജസ്റ്റിസ് ബാലകൃഷ്ണൻ സാറിൻ്റെ വീട്. KR നാരായണൻ ആ തൊട്ടപ്പുറത്താണ്. ഒക്കെ എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തുള്ള ഒരു കാലഘട്ടത്തിൽ വൈക്കം താലൂക്ക് അതിനകത്തൊക്കെ പെടുന്നതായിരുന്നു. വികസന പ്രക്രിയയിൽ നിർണായകമായൊരു ചുവടുവെപ്പ് നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഞാനും അത് സമ്മതിക്കുക. കാരണം അതിനകത്ത് വേറെ ഒരുപാട് താല്പര്യങ്ങളുണ്ടാകുന്നുണ്ട്. അത് എല്ലാം പട്ടിക്ക് മുകളിലേക്ക് ആരും ഒന്നും കൊണ്ടുവരേണ്ടെന്നൊരു തോന്നൽ
അപ്പൊ താങ്കൾ കൂടെ പ്രവർത്തിച്ച് വിജയിപ്പിച്ച നിലവിലെ MLA കാര്യക്ഷമമായി ഇവിടെ ഒരു പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാനതങ്ങനെ MLA ആക്ഷേപിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അവരുടെ പ്രവർത്തനങ്ങൾ വോട്ടായി ഭവിക്കും. അപ്പോൾ അതെങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. കാരണം ഇപ്പം നിലവിൽ ആ MLAയുടെ നെഗറ്റീവാണ് ഇവിടെ. എന്തുകൊണ്ടാണ് ആ MLAനെ വീണ്ടും മത്സരിപ്പിക്കാതിരുന്നതെന്ന് പാർട്ടിക്കകത്ത് ഉള്ള ചർച്ച. അവർ മത്സരിച്ചാൽ ഈ സീറ്റ് ഉറപ്പായി തോറ്റുപോകും. അപ്പോൾ അതുകൊണ്ട് മത്സരിപ്പിക്കേണ്ട തീരുമാനമെടുത്തിട്ടാണ് ആ നടപടി വന്നത്. അതുകൊണ്ട് അത് വോട്ടായിട്ട് വരട്ടെ, അപ്പം നമുക്കത് നോക്കാം. നമ്മളൊരു പാർട്ടിയിൽ നിന്ന് മാറാൻ തീരുമാനിക്കുന്നു, ആ പാർട്ടിയുമായിട്ടുള്ള ചില അതൃപ്തികളുടെ പുറത്ത്. അപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇതിലേതിലേക്ക് വേണമെങ്കിലും പോകാം. അപ്പം ഞാൻ ഈ കോൺഗ്രസിലേക്ക് പോകുന്നില്ല, പകരം ഞാൻ BJPയിലേക്കാണ് അല്ലെങ്കിൽ NDAയിലേക്കാണ് പോകുന്നത് എന്നുള്ള തീരുമാനം എടുക്കാനുണ്ടാക്കിയ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനമായും വ്യക്തിപരമായ കാരണങ്ങൾ. ഞാനിപ്പോൾ കോൺഗ്രസിലേക്കോ CPMലേക്കോ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ഷേപിക്കുന്ന ആക്ഷേപം ശരിയാന്ന് വരികയില്ലേ? കാരണം ഞാൻ ഒരു രാഷ്ട്രീയ വിടുന്നത് അധികാരമോഹത്തിൻ്റെ ഭാഗമാണെന്ന് പറയും. കാരണം ഭരിക്കാൻ പോകുന്ന 2 പാർട്ടികളാണ് ഈ CPMഉം കോൺഗ്രസും അല്ലേ? രാഷ്ട്രീയ കേരളത്തിൽ ഒരു ചരിത്രം ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിക്കുന്നു. BJP ചിത്രത്തിലേ ഇല്ല. അപ്പോൾ പിന്നെ അവിടെ പോയാൽ എനിക്ക് അധികാരം കിട്ടാൻ വേണ്ടി പോയാണ് ഞാൻ ഈ മത്സരിച്ചില്ലെങ്കിൽ പോലും ഏതെങ്കിലും കോർപ്പറേഷൻ ചെയർമാനോ അല്ലെങ്കിൽ ബോർഡ് മെമ്പറോ അങ്ങനെ വല്ലതും കിട്ടാനായിരിക്കും പോകുന്നത്. ഇപ്പുറത്ത് വന്നാലും അതേ തന്നെ വരും. അപ്പോൾ ഇതൊന്നും നിലവിലില്ലാത്തൊരു പാർട്ടിയാണല്ലോ ഇപ്പം BJP. ഭരണത്തെ നിർണ്ണയിക്കുന്ന ശക്തിയായി മാറാൻ പറ്റും. കാരണം 140 മണ്ഡലങ്ങളിലെ ജയത്തിനൊപ്പം BJPയും കുറച്ച് വോട്ടുകൾ പിടിക്കും, BJPയും കുറച്ച് MLAമാരുണ്ടാക്കും. അങ്ങനെ ഒരു 10-15 MLAമാരുണ്ടായി കഴിഞ്ഞാൽ BJP ആയിരിക്കും എന്ത് ഡിസിഷൻ ഇവിടെ എടുക്കണം തീരുമാനിക്കുന്നത്. അത് പൊളിറ്റിക്കലി ആണ്. പക്ഷേ അധികാരത്തിന് പ്രവർത്തനത്തിന് പോകാനാണെങ്കിൽ മറ്റു പാർട്ടികൾ നമുക്ക് പോയാൽ മതി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സേവനം ഇങ്ങനെ കൊണ്ടുവരാം എന്ന് തീരുമാനിക്കപ്പെട്ടു. പിന്നെ എന്നെപ്പറ്റി വേറൊരു ആക്ഷേപം ഉന്നയിച്ചത് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് പാർട്ടി എന്നെ നിശ്ചയിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ മാനുവൽ എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് അറിയാം, അതിനകത്ത് ബോർഡ് മെമ്പേഴ്സിന് ഒരു ആനുകൂല്യം ഇല്ല. അവർക്ക് ആകപ്പാടെ കിട്ടുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ചോറ് കഴിക്കാം, ഭക്ഷണം കഴിക്കാം, അവിടെ മെമ്പർമാർക്കൊരു മുറി ഉറങ്ങാൻ തരും, അതും ഓഫീസിനകത്താണ് തരുന്നത്. അല്ലാതെ വേറൊരു ആനുകൂല്യമില്ല. അവിടുത്തെ വാഹനം ഉപയോഗിക്കുന്നതിന് 6 കിലോമീറ്റർ ചുറ്റളവിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 6 കിലോമീറ്റർ ചുറ്റളവിലേക്ക് ഈ വാഹനം ഉപയോഗിച്ചാൽ മെമ്പർമാർ പണം അടയ്ക്കണം. പിന്നെ നമുക്ക് ട്രാവലിംഗ് അലവൻസ് ഉണ്ട്, സിറ്റിംഗ് ഫീ ഉണ്ട് അതിനകത്ത്. എനിക്ക് 900 രൂപയാണ് സിറ്റിംഗ് ഫീസ് കിട്ടുക. കാരണം അതിൻ്റെ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ 900 രൂപ കിട്ടും ഒരു കമ്മിറ്റിക്ക് പോയി കഴിഞ്ഞാൽ. ഈ 900 രൂപയ്ക്ക് ഞാൻ അവിടെ പോയി ഒരു കമ്മിറ്റിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2000 രൂപയുടെ ചിലവ് വരും. അപ്പം അങ്ങനെ പറഞ്ഞേക്കാൻ നല്ലത് ഈ സിറ്റിംഗ് ഫീ വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വാഹനം നമുക്കിവിടെ ഉപയോഗിക്കാം. ആ സിറ്റിംഗ് ഫീയുടെ റേറ്റിൽ നമുക്ക് ഇവിടെ കൊണ്ടാക്കാൻ കൊണ്ട് അങ്ങനെ ആ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഓണററിയോ നമുക്ക് അലവൻസുകളോ നമുക്ക് ശമ്പളമോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഈ ഞാൻ പാർട്ടി മാറിയപ്പോൾ എനിക്കതിലുള്ള ആക്ഷേപങ്ങൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരിച്ചില്ലേ എന്നാണ്. സന്തോഷമുണ്ട്, കാരണം ഭഗവാനെ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായല്ലോ. വേറൊരു ചോദ്യം, MLA പെൻഷൻ വാങ്ങിക്കുന്നില്ല എന്നാണ്. അത് ഞാൻ മാത്രമല്ല, കേരളത്തിലെ എല്ലാ XMLമാരും മേടിക്കുന്നുണ്ട്. അത് തിരിച്ചു കൊടുക്കേണ്ടതെന്നാണ് മറ്റൊരു ചോദ്യം വരുന്നത്. അങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാതൃക കാണിക്കേണ്ടതെങ്കിലും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവായിരിക്കുന്ന ആളാണ് TJ ആഞ്ചലോസ്. CPMൻ്റെ MP ആയിരുന്നു ആലപ്പുഴയിലെ. CPMൻ്റെ MP ആയിരുന്ന അദ്ദേഹം CPIയിലേക്ക് വന്നില്ലേ? CPIയുടെ ജില്ലാ സെക്രട്ടറി ആയില്ലേ? പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാനായി. അദ്ദേഹം ഇപ്പോൾ ATUസിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ എൻ്റെ ഉയർന്ന നേതാവ് അദ്ദേഹമാണല്ലോ. അദ്ദേഹം പറയണ്ടേ, ഞാൻ CPM എന്ന് മേടിച്ച പെൻഷൻ MP പെൻഷൻ തിരിച്ച് CPMന് കൊടുക്കുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്നു എന്ന് പറയണ്ടേ? അതിലൊരു മാന്യത. എന്നെ ആക്ഷേപിക്കുമ്പം അവരുടെ ചെയ്ത് കാണിക്കണ്ടേ? KV തോമസ് മാഷ് കേന്ദ്രമന്ത്രിയായിരുന്നു, കേരളത്തിൽ മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, MP ആയിരുന്നു, നിരവധിയായിരുന്നു. എന്നൊക്കെ ഉയർന്ന നേതാവല്ലേ? CPMൻ്റെ ഒരു പ്രധാന പ്രവർത്തനം അല്ലെങ്കിൽ നേതാവായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുക. അപ്പം പുള്ളി നമ്മുടെ നോഡൽ ഓഫീസറായിട്ട് ഡൽഹിയിൽ വർക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കിട്ടിയ കോൺഗ്രസ് തന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ ഞാൻ കോൺഗ്രസ് തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയണ്ടേ? ഇത് രണ്ടും പറയാതെ എന്നെ മാത്രം കിടന്നാക്രമിക്കുന്ന രാഷ്ട്രീയ ഉദ്ദേശം എനിക്ക് മനസ്സിലാക്കുന്നില്ല. എന്തായാലും എൻ്റെ പേരിൽ ആക്ഷേപങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ആക്ഷേപങ്ങൾ തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. വൈക്കത്ത് മത്സരിക്കുമ്പോൾ വിജയ പ്രതീക്ഷകൾ എത്രമാത്രമാണ്? എനിക്ക് 100% വിജയപ്രതീക്ഷയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് രാത്രിയും പകലും ഇല്ലാത്ത വലിയ സൗഹൃദങ്ങൾ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ സ്നേഹം വോട്ടായിട്ട് മാറും. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഞാൻ 40 വർഷം പാർട്ടി പ്രവർത്തിച്ചല്ലേ, അപ്പം ഞാൻ ചെയ്ത നിലപാട് അവർക്കറിയാം. എല്ലാവരും നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല എന്ത് കാരണത്തിലാണ് ഞാൻ പോകുന്നതെന്നും അതിൻ്റെ അകത്തളത്തിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നും ഞാൻ ഉന്നയിച്ച വിഷയങ്ങളല്ലാതെ വേറെ വിഷയങ്ങൾ എന്നതുണ്ട്. അതൊന്നും ഒരു പൊതുസമൂഹത്തിന് പറയാൻ പറ്റുന്നതല്ല. അപ്പം എന്നെ സ്നേഹിക്കുന്ന, ജീവിതം അവസാനം വരെയും ഇതിനകത്താക്കി മാറ്റിവെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം എന്നെ സഹായിക്കും. അവരുടെയൊക്കെ പിന്തുണ ഉണ്ടാകും, വോട്ടായിട്ട് മാറും. പിന്നെ ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ എല്ലാവരും. അവർ കമ്പയർ ചെയ്യില്ല. അവർ
അപ്പോൾ ഞാനൊരു 10 വർഷക്കാലം MLA ആയിരുന്നു. ഇപ്പം ഞാൻ ചീത്തയാണെന്നവരൊക്കെ പറയുന്നത്, എനിക്കൊരു കഴിവില്ലായിരുന്നു തന്നെ. പക്ഷേ ഞാൻ കൊണ്ടുവന്ന വികസന പ്രക്രിയകൾക്കപ്പുറം ഒരു വികസന പ്രക്രിയയും ഇവിടെ ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പ്രധാനപ്പെട്ട ഒരു DYSP ഓഫീസ്, ഫയർ സ്റ്റേഷൻ, ഇവിടുത്തെ ആശുപത്രി, ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകൾ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പാലങ്ങൾ, ഇതെല്ലാം എൻ്റെ കൈമുദ്ര ഉണ്ട് ഇതിനകത്ത്. ഞാൻ കൊണ്ടുവന്ന് ഞാൻ നടപ്പിലാക്കിയെടുത്താണ്. ഇപ്പോൾ ഇവിടെ ഒരു കോട്ടയം ആഘോഷിക്കുന്ന സോളാർ ബോട്ട്, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സോളാർ ബോട്ടാണ് വൈകുന്നത്. ആ സോളാർ ബോട്ട് വന്നത് എൻ്റെ കാലഘട്ടത്തിലാണ്. ഒരു സുപ്രഭാതത്തിൽ സോളാർ ബോട്ട് വെള്ളത്തിൽ ഇറങ്ങി ഓടിയല്ലോ, അതിന് പുറകിലൊരു എഫർട്ട് ഉണ്ടല്ലോ, ആളോട്ട് ഒരു പണിയെടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പണിയെടുത്ത് കൊണ്ടുവന്നത് എല്ലാ കാര്യങ്ങളും നമ്മളുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം നമുക്ക് അനുകൂല ഘടകങ്ങളാണ്. BJPയുടെ ഒരു മെമ്പർഷിപ്പ് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 50 വയസ്സ് താഴെയുള്ള ആൾക്കാരാണ് കൂടുതൽ മെമ്പർഷിപ്പിലുള്ളത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതെല്ലാം 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ഈ 60 വയസ്സിൻ്റെ മുകളിലുള്ളവരുടെ 2 തലമുറ ഇതിനകത്തുണ്ട്. അവരെവിടെയെന്ന് അവർ പരിശോധിക്കുന്നില്ല. അവരെല്ലാം BJPയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ എൻ്റെ പാർട്ടി നിൽക്കുമ്പം എൻ്റെ മക്കൾ എന്താ പാർട്ടിയിലേക്ക് വരാതെ? അത് മാതൃക കാണിക്കൊണ്ട് കൊടുക്കേണ്ട ആരാ? അതിന് മാതൃക കാണി കൊടുക്കേണ്ട പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാതിരി ഇങ്ങോട്ട് വരണ്ടേ? ഏതെങ്കിലും പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മക്കൾ ഈ പാർട്ടിയിടത്തുണ്ടോ? ഏതെങ്കിലും പാർട്ടി സെക്രട്ടറിയുടെ മന്ത്രിമാരുടെ മക്കൾ ഈ പാർട്ടിയിടത്തുണ്ടോ? പാർട്ടിയുടെ പത്ത് നിൽക്കാൻ അവർക്ക് താല്പര്യം വേണ്ടേ? അവരവരുടെ കുട്ടികളെ സേഫാക്കാൻ നോക്കി. മറ്റു കുട്ടികളോട് പറഞ്ഞ് നിങ്ങൾ പോയി സമരം ചെയ്തു, നിങ്ങളുടെ കേസ് തുറന്നു. അങ്ങനെയൊക്കെയാണ് ഞാനും പോയി ജയിലിൽ കിടന്നത്, നമ്മളൊക്കെ ജയിലിൽ കിടന്നത് അതുകൊണ്ടാണ്. ഈ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കുറച്ചധികം BJP MLA-മാർ കേരള സംസ്ഥാനത്തിനുണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ ഒരു തീരുമാനം എടുക്കേണ്ട ഘടകം BJP ആയിട്ട് മാറും ഭരണത്തിൻ്റെ. കാരണം BJPക്ക് ഒരു 10-15ഓളം MLA-മാർ ഈ കേരളത്തിലുണ്ടാകും. താങ്കൾ അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന, വൈക്കത്തിന് വേണ്ടി ചെയ്യുന്ന വികസന പ്രവർത്തനം എന്തായിരിക്കും? എൻ്റെ അമ്മ മരിക്കുന്നത് ആശുപത്രിയിൽ കൊണ്ടുവന്ന വഴി കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി മരിക്കുക. അങ്ങനെ 100 കണക്കിന് ആൾക്കാർ ഇവിടെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി മരിച്ചിട്ടുണ്ട്. വൈക്കത്തൊരു കാർഡിയാക് യൂണിറ്റ് ഇല്ല. ഒരു കാർഡിയാക് യൂണിറ്റ് വൈക്കത്ത് വേണം. ഞാൻ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം അതാണ്. വൈക്കത്ത് ആശുപത്രിയിൽ ഒരു കാർഡിയാക് യൂണിറ്റ് കൊണ്ടുവരും. അത് ഞാൻ ജയിച്ച് MLA ആയിക്കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കും. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വലിയൊരു ആവശ്യമാണ്, കേരളത്തിലെ എല്ലാവരുടെ ആവശ്യമാണ് എയിംസ് വരണം എന്നത്. എയിംസ് വരാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഗവൺമെൻറ് കാണിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് ചില താല്പര്യങ്ങളുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ജനങ്ങളുടെ ആവശ്യം വെച്ച് പരിശോധിക്കുമ്പം ഈ വൈക്കം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലേക്ക് 30 കിലോമീറ്റർ 32 കിലോമീറ്ററേ ഉള്ളൂ. എറണാകുളം ജില്ലയിലേക്കും കയറുന്നതിൽ എറണാകുളത്തേക്ക് പോകണമെങ്കിൽ 32 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടുന്ന് കോട്ടയത്തേക്ക് പോകണമെങ്കിലും ഈ 32 കിലോമീറ്റർ. ഈ 32-നകത്താണ് ഈ വൈക്കം നിൽക്കുന്നത്. ആ വൈക്കത്ത് അങ്ങനെ നല്ല സ്ഥലം കിടക്കുന്നത് KPL, നമ്മുടെ ഈ ഹിന്ദുസ്ഥാൻ ഹോസ്പിറ്റലിൻ്റെ സ്ഥലം ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വില കൊടുത്തിട്ട് കിടപ്പുണ്ട്. ആ സ്ഥലം വിട്ട് കിട്ടുവാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടുകൂടി ഇവിടുത്തെ BJP നേതൃത്വത്തിൻ്റെ സഹായത്തോടുകൂടി വൈക്കത്തത് കൊണ്ടുവരാൻ ഞാൻ മുൻകൈ എടുക്കും. വൈക്കത്ത് കൊണ്ടുള്ള എല്ലാ നടപടികളും ഉണ്ടാവും. മറ്റൊരു വിഷയം, ഇവിടുത്തെ 6 പഞ്ചായത്തുകളിൽ ഈ മത്സ്യത്തൊഴിലാളികളാണ് ജീവിക്കുന്നത്. കായലിൽ മത്സ്യം എല്ലാ ഗവൺമെൻറ്റും വരുമ്പോഴും ഞാനൊക്കെ പോയിട്ടിട്ടുണ്ട്. ഒരു കൂടിനകത്ത് പറഞ്ഞ് മത്സ്യം ഇടും, എന്നിട്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടിടും. എന്നിട്ട് പറയും 2 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് പറയും. പകുതിയും കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പോവും, പകുതി വേറെ ആൾക്കാർ കൊണ്ടുപോകും, കൊണ്ടുകൊടുക്കുന്ന ഏജന്റുമാർ കൊണ്ടുപോകും. ഇത് നമുക്ക് എണ്ണി നോക്കാനൊക്കെ എത്ര ലക്ഷം കൊണ്ട് എണ്ണി നോക്കാൻ പറ്റില്ല. അവർ പറയുന്ന കണക്ക് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നു എന്നല്ലാതെ വരുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ അത് കൊണ്ടുപോകും. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, അതിനകത്ത് കുറച്ച് വേറെ ഇടക്കാരൊക്കെ ഉണ്ട്. എന്തായാലും അതങ്ങ് പോകും. പക്ഷേ ആ വേമ്പനാട് കായൽ ഇന്ന് ഇന്ത്യയിൽ ഉള്ള ഏറ്റവും വലിയ കായലുകളിലൊന്ന് വേമ്പനാട് കായലാണ്. അതിലേക്ക് മത്സ്യത്തെ കൊണ്ടുവരാനും ആ മത്സ്യം മത്സ്യം പിടിച്ച് ഉപജീവനമാർഗം നടത്തുന്ന ഈ വരുന്ന 6 പഞ്ചായത്തുകളിലെ ആൾക്കാർക്ക് അവരുടെ ആ മത്സ്യ വിപണനം നടത്താനുള്ള സാഹചര്യം ഇപ്പോൾ ഈ കേരളത്തിലെ ഗവൺമെൻറ് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാർബർ പണിയാൻ പറ്റുമോ? ഹാർബർ പണിയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഫസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം 6 പഞ്ചായത്തുകളിൽ ഒരു ഇത് വേണം എന്ന് ആവശ്യപ്പെടാൻ ഇന്ത്യയുടെ കക്ഷികൾക്കേ പറ്റുള്ളൂ. LDF എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപക്ഷെ നടക്കാൻ സാധ്യതയില്ല. അപ്പം ഹാർബർ പണിയാൻ ഒരു സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ NDA സ്ഥാനാർത്ഥി ജയിക്കണം. ഇനി അവർക്ക് അതിന് ഉപ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണമെങ്കിൽ, അത് മറ്റ് യൂണിറ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നിരവധിയുണ്ട്. അതുകൂടി ഉൾപ്പെടുത്തി നമ്മുടെ ഈ പഞ്ചായത്തുകളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്കീം നടപ്പിലാക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക്, പക്ഷേ ഞാൻ മത്സ്യത്തൊഴിലാളികൾ എന്നും മത്സ്യം വിറ്റ് ജീവിക്കണം എന്ന് പറയുന്ന ഒരാളല്ലേ. അവരുടെ കുട്ടികളും പഠിച്ച് അവർ നല്ല ജോലി IAS IPS മാറണം. പക്ഷേ കുറച്ച് ആൾക്കാർ അവിടെയുണ്ട്,
ഇതൊന്നും കിട്ടാതെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഈ തൊഴിലുകൾ കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. ഇത്രയും വികസന പ്രവർത്തനങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ ഏതായാലും ചുറുചുറുക്കോടെ പ്രസരിപ്പോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാനാകട്ടെ. വൈക്കം മണ്ഡലത്തിന്റെ BJP സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു സോ മച്ച് സർ.